നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിചിത്രവും ദൃശ്യപരവും നാടകീയമായൊരു സൃഷ്ടികതയാണ്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ ലോകം ഒരു തെറ്റിന്റെ ഫലമായി ഉണ്ടായതാണെങ്കിലോ? ഈ ഒരു ചിന്തയെ ആഴത്തിൽ പരിശോധിക്കുന്ന ഒരു പുരാതന ഗ്രന്ഥമുണ്ട്. അതൊരു പ്രപഞ്ച ദുരന്തത്തിന്റെ ഉത്ഭവകഥയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോ ഈ കഥ തുടങ്ങുന്നത് പെർഫെക്റ്റായൊരു പ്ലാനോടുകൂടിയല്ല, മറിച്ച് ഒരു ദൈവിക സത്തയുടെ പെട്ടെന്നുണ്ടായ ഒരൊറ്റ ചിന്തയിൽ നിന്നാണ്. നമ്മുടെ ഈ കഥയിലെ പ്രധാന കഥാപാത്രത്തെ പരിചയപ്പെടാം. സോഫിയ, അഥവാ ജ്ഞാനം. ശുദ്ധമായ ഊർജത്തിന്റെ അല്ലെങ്കിൽ ആത്മാവിന്റെ ഒരു ലോകത്തെ വളരെ ശക്തിയായ ഒരു സത്തയാണ് സോഫിയ. സോഫിയ ഒരു തീരുമാനമെടുത്തു. പക്ഷേ അവളത് ഒറ്റയ്ക്കാണ് ചെയ്തത്. തന്റെ പങ്കാളിയോടോ അല്ലെങ്കിൽ ആ ലോകത്തെ പരമോന്നതനായ ആത്മാവിനോടോ ചോദിക്കാതെ തന്റെ കയ്യിലുള്ള ആ അപാരമായ ശക്തി ഉപയോഗിച്ച് പുതിയൊന്നിന് ജന്മം നൽകി. ഇവിടെയാണ് ശരിക്കും പ്രശ്നം തുടങ്ങുന്നത്. നോക്കൂ, അവളുടെ ശക്തി യഥാർത്ഥമായിരുന്നു. പക്ഷേ ആ ഒറ്റയ്ക്കുള്ള പ്രവൃത്തി കാരണം സൃഷ്ടിയിൽ തന്നെ ഒരു വലിയ പിഴവ് സംഭവിച്ചു. അപൂർണമായ എന്തോ ഒന്ന് അവളിൽ നിന്ന് പുറത്തുവന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ചിന്തയിൽ നിന്ന് യഥാർത്ഥത്തിൽ പുറത്തുവന്നത്? നമുക്ക് നോക്കാം. പുറത്തുവന്ന രൂപത്തിന് അവളുമായി ഒരു സാമ്യവുമുണ്ടായിരുന്നില്ല. അവളുടെ ആ പൂർണ്ണതയുടെ ഒരു കണിക പോലും അതിലില്ലായിരുന്നു. പകരം അതൊരു ഭീകരരൂപമായിരുന്നു, അവളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒന്ന്. അതെ, സിംഹത്തിന്റെ തലയും മിന്നൽ പിണർ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമുള്ളൊരു വ്യാളി, പൂർണ്ണമല്ലാത്ത അറിവില്ലായ്മയിൽ നിന്ന് ജനിച്ച ഒരു ഭീകരജീവി. ഇത് കണ്ട് പേടിച്ചുപോയ സോഫിയ ആരും കാണാതിരിക്കാൻ വേണ്ടി തന്റെ ഈ സൃഷ്ടിയെ ദൂരേക്ക് മാറ്റി. എന്നിട്ട് അതിനു ചുറ്റും തിളങ്ങുന്ന ഒരു മേഘം കൊണ്ട് ഒരു മറ സൃഷ്ടിച്ചു. ആ പുതിയ ജീവിക്കുവേണ്ടി മാത്രം ഒറ്റപ്പെട്ട ഒരു ലോകം. അവൾ അവനൊരു പേരും നൽകി, യാൽദബയോത്ത്. അതിന്റെ അർത്ഥം കുഞ്ഞേ ഇങ്ങോട്ട് വരൂ എന്നൊക്കെയാണ്. താൻ എവിടെ നിന്നാണ് വന്നതെന്നോ ആരാണ് തന്നെ സൃഷ്ടിച്ചതെന്നോ യാതൊരു അറിവുമില്ലാതെ അവൻ തന്റെ ആ പുതിയ സാമ്രാജ്യത്തിന്റെ അധിപനായി. ശരി, അപ്പോൾ ഈ അറിവില്ലായ്മയിൽ ജനിച്ച ഒറ്റപ്പെട്ടുപോയ ഈ ജീവി എങ്ങനെയാണ് തന്റെ സ്വന്തം രൂപത്തിൽ ഒരു പ്രപഞ്ചം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് കാണാം. അമ്മയിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ ദിവ്യശക്തി അത് തന്റേതാണെന്ന് അവൻ തെറ്റിദ്ധരിച്ചു. ആ ശക്തി ഉപയോഗിച്ച് യാൽദബയോത്ത് സ്വന്തമായി ലോകങ്ങളുണ്ടാക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മുകളിലുള്ള യഥാർത്ഥ ലോകത്തിന്റെ ഒരു വികലമായ കോപ്പിയായിരുന്നു അത്. അവന്റെ ലോകം ഭരിക്കാനായി അവൻ ചിലരെ സൃഷ്ടിച്ചു. അവർക്ക് ഓരോരുത്തർക്കും വളരെ വിചിത്രമായ രൂപങ്ങളായിരുന്നു. ഒരാൾക്ക് ചെമ്മരിയാടിന്റെ മുഖം, മറ്റൊരാൾക്ക് കഴുതയുടെ മുഖം, കഴുതപ്പുലി, പാമ്പ്, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. ഒരു തരം അലങ്കോലപ്പെട്ട സൃഷ്ടി. അതുകൊണ്ടും തീർന്നില്ല. ഈ ഭരണാധികാരികളെല്ലാവരും കൂടിച്ചേർന്ന് 365 അസുരന്മാരുടെ ഒരു സൈന്യത്തെ തന്നെ ഉണ്ടാക്കി. എന്തിനാണെന്നോ? ഈ പുതിയ ലോകത്തെ നിയന്ത്രിക്കാനും ഭരിക്കാനും വേണ്ടി. യാൽദബയോത്ത് തന്റെ ഭരണാധികാരികൾക്ക് നന്മ, ദൈവിക പരിപാലനം എന്നൊക്കെ വലിയ പേരുകൾ നൽകി. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും മറ്റൊരു രഹസ്യപേരുകൂടിയുണ്ടായിരുന്നു. ആ പേര് മുകളിലുള്ള ആ യഥാർത്ഥ ലോകത്തെ മഹത്വത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. ഒരു ദിവസം ആ പേരുതന്നെ അവരുടെ നാശത്തിന് കാരണമാകും എന്നാണ് പറയുന്നത്. ഇനിയാണ് ഈ കഥയുടെ ക്ലൈമാക്സ്. തന്റെ കഴിവിൽ അഹങ്കരിച്ച് ആ അറിവില്ലാത്ത സ്രഷ്ടാവ് തന്റെ അധികാരം പ്രഖ്യാപിക്കുന്ന നിമിഷം. അവന്റെ ഏറ്റവും വലിയ പ്രശ്നം ഈ ചിന്താശൂന്യതയാണ്. തന്റെ കയ്യിലുള്ള ശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. തന്റെ അമ്മയായ സോഫിയയെക്കുറിച്ചോ തന്റെ ഈ മേഘലോകത്തിനപ്പുറമുള്ള യഥാർത്ഥ ലോകത്തെക്കുറിച്ചോ യാതൊരു ധാരണയുമില്ലാതെ താനാണ് ഏകദൈവം എന്ന് യാൽദബയോത്ത് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ തന്റെ അസുര സൈന്യത്തിനു മുന്നിൽ നിന്ന് അവൻ പ്രഖ്യാപിച്ചു, ഞാൻ അസൂയാലുവായ ദൈവമാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. പക്ഷേ ഈ പുരാതന ഗ്രന്ഥം നമ്മളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. വേറൊരു ദൈവമില്ലായിരുന്നെങ്കിൽ പിന്നെ അവന് ആരോടാണ് അസൂയ തോന്നേണ്ടത്, അല്ലേ? അവന്റെ ആ വാക്കുകൾ തന്നെ അവന്റെ അറിവില്ലായ്മയെ തുറന്നു കാട്ടുന്നു. അവനറിയാത്ത ഒരു വലിയ സത്യം പുറത്തുണ്ടെന്നതിന്റെ ഏറ്റവും വലിയ സൂചനയും അതുതന്നെ.